ഹായ് ഗൈസ്, വെൽക്കം ടു വീലെറ്റ്. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രശസ്ത ക്രിക്കറ്ററായ രവിചന്ദ്രൻ അശ്വിൻ ഒരു കോളേജിൽ നടന്ന ഫംഗ്ഷനിടയിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ஓகே. ஹிந்தி. வரவே இல்லை ஹிந்தி. ஓகே. எல்லாம் சொல்லலாம்னு நினச்சேன். அது நம்ம நேஷனல் லாங்குவேஜ் இல்லை, அது ஒரு அஃபிஷியல் ലാംഗ്വേജിന്. ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയല്ല, മറിച്ച് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെന്ന് അശ്വിന പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല എങ്കിലും അടുത്ത ദിവസം തന്നെ ഈ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമാകുകയും ഇന്ത്യയിലെ മാധ്യമധർമ്മത്തിന്റെ അപ്പോസ്തലന്മാരായ വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെ എല്ലാ മാധ്യമങ്ങളെയും ഞാൻ കുറ്റം പറയുന്നില്ല. എന്നാൽ ചില മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള ടൈറ്റിലുകൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെന്നും രവിചന്ദ്രൻ അശ്വിൻ പർപ്പസ്ഫുള്ളി ഹിന്ദി വിരോധം കൊണ്ട് തെറ്റായൊരു പ്രസ്താവന നടത്തിയെന്നും നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇവർ ആ ടൈറ്റിലുകൾ നൽകിയത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടന ഒരിക്കൽ പോലും ഈ പറയുന്ന റിപ്പോർട്ടർമാർ ഒരുപക്ഷെ കണ്ടു കാണാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ദേശീയ മാധ്യമങ്ങളിൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് അങ്ങനെ വേണ്ട എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും രവിചന്ദ്രൻ അശ്വിനെതിരെ വലിയ രീതിയിൽ വംശീയമായിട്ടുള്ള ക്യാമ്പയിനുകൾ ആരംഭിച്ചു. യഥാർത്ഥത്തിൽ ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂൾ അനുസരിച്ച് 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജുകളിൽ ഒരു ഭാഷ മാത്രമാണ് ഹിന്ദി. മാത്രവുമല്ല, ഇന്ത്യ എന്ന രാജ്യത്ത് ഒന്നിലധികം ഭാഷകൾ ഉള്ളതിനാൽ തന്നെ എല്ലാ ഭാഷയ്ക്കും നമ്മൾ തുല്യ ബഹുമാനമാണ് നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 343, 344, 345, 351 വകുപ്പുകൾ പ്രകാരം ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയല്ല, മറിച്ച് അതൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. മാത്രമല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയം യൂണിയൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തെരഞ്ഞെടുത്തത് ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദി ആയിരുന്നു. കൂടാതെ ഇംഗ്ലീഷും നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യം അത് 15 വർഷത്തേക്കായിരുന്നു കൊണ്ടുവന്നത്. ശേഷം 1965 വരെയായിരുന്നു ഈ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നത്. ശേഷം 1963 ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് വന്നതിനെ തുടർന്ന് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇന്നും നമ്മൾ തുടർന്നു പോരുകയും ചെയ്യുന്നു. കൂടാതെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 345 അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഭാഷയോ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഇഷ്ടമുള്ളതുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജായി തെരഞ്ഞെടുക്കാനും സാധിക്കും. പല സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും രവിചന്ദ്രൻ അശ്വിനെതിരെ നടക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നിലവാരമില്ലായ്മയും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സുമാണ് ഒരു പരിധി വരെ കാരണമായി മാറുന്നത്. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മളൊരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏതൊരു കുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചാലും ഫാദർ ഓഫ് ദ നേഷൻ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം മഹാത്മാഗാന്ധിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപിതാവില്ല. ഫാദർ ഓഫ് ദ നേഷൻ എന്ന് സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിക്കുന്നതാണ്. അല്ലാതെ ഇന്ത്യക്ക് ഔദ്യോഗികമായി ഒഫീഷ്യലി ഇന്ത്യക്ക് ഒരു രാഷ്ട്രപിതാവില്ല. അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് ഇന്ത്യയുടെ ദേശീയ ഗെയിം. ഇന്ത്യക്ക് ദേശീയ ഗെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഉത്തരം എന്താണ്? ഹോക്കി ആയിരിക്കും. എന്നാൽ ഇന്ത്യക്ക് ദേശീയ ഗെയിമില്ല. അതുപോലെ തന്നെയാണ് ദേശീയ ഭാഷ. ഇന്ത്യക്കൊരു ദേശീയ ഭാഷയുമില്ല. ഇതൊക്കെ നമ്മളെ സ്കൂളുകളിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ചില വിവരങ്ങൾക്ക് ഉദാഹരണങ്ങൾ മാത്രമാണ്. കൂടാതെ നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് ഇന്ത്യക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 90% ആൾക്കാർക്കും പറയാനുള്ള ഉത്തരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നാണ്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം നമുക്ക് ഒതുക്കി നിർത്താൻ സാധിക്കുന്നതല്ലത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം പരാജയപ്പെടുന്നതോടുകൂടി മഹാത്മാഗാന്ധിയുടെ ഭാഗത്തു നിന്നോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൈഡിൽ നിന്നോ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നിട്ടും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുണ്ടായിരുന്ന കാരണം 2ാം ലോക മഹായുദ്ധവും അതിനുശേഷം വന്ന ഉടമ്പടികളും മാത്രമല്ല സുഭാഷ് ചന്ദ്രബോസ് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും അതിനുശേഷം നടന്ന റെഡ് ഫോർട്ടയിലും റോയൽ നേവൽ മ്യൂട്ടിനിയും അങ്ങനെ നടന്ന അനേകം പ്രക്ഷോഭങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനായിട്ട് കാരണമായി മാറിയിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നതല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിൽ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഒരു റോങ് ഡയറക്ഷനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ ഈ രവിചന്ദ്രൻ അശ്വിനെതിരെ നടക്കുന്ന ക്യാമ്പയിനുകൾ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യക്കൊരു രാഷ്ട്രപിതാവുണ്ട്, ആ രാഷ്ട്രപിതാവിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും എന്ത് പറയും? നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് തുടങ്ങും.
അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ.